എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പേപ്പർ വാല്യുവേഷൻ ആരംഭിച്ചു. അപ്പോൾ ഇന്ന് മുതൽ ഏപ്രിൽ 20 വരെയാണ് വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷനുകൾ നടക്കുന്നത്. അപ്പോൾ ഏകദേശം 70 ക്യാമ്പുകളിലായിട്ട് ഏകദേശം 1,00,000 അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കുറച്ച് വൈകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏതായാലും പെട്ടെന്ന് തന്നെ വാല്യുവേഷനൊക്കെ കംപ്ലീറ്റ് ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലുള്ള ഹെഡ് മാസ്റ്റർക്കാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് സേ പരീക്ഷ നടക്കുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾ ആ ഒരു സമയത്ത് പരീക്ഷ പോയിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സ്കൂളുകളിലാണ് സാധാരണഗതിയിൽ SSLC പരീക്ഷ നടക്കുക. അതായത് ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ സ്കൂളിൽ മാത്രമേ SSLC സേ പരീക്ഷ നടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൻറ്ററിൽ പോയിട്ട് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു SSLC പരീക്ഷയുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മുതൽ ആരംഭിച്ചിട്ട് ഏപ്രിൽ 20 വരെയാണ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ലഭിച്ചു എന്നുള്ളതാണ് അതിന് ഡീറ്റെയിൽസ് ഉണ്ടാകുക. അതുപോലെ തന്നെ SSLCയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. SSLC പരീക്ഷയിൽ കഴിഞ്ഞ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരികയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അതിൽ തന്നെ നിബന്ധനകളുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾക്ക് 3 വിഷയമാണ് സേ പരീക്ഷ എഴുതാൻ സാധിക്കുക. അതുപോലെ തന്നെ 3 വിഷയത്തിൽ കൂടുതൽ സേ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതായത് ഏതെങ്കിലും പരീക്ഷ എഴുതാനായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പ്രായമായ ആരെങ്കിലും മരിച്ചുപോയി, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ, അതായത് എത്ര വിഷയങ്ങൾ നിങ്ങൾ എഴുതാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് ആ ഒരു പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു SSLC പരീക്ഷയിൽ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാതെ വരികയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾക്ക് മാർക്ക് പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു SSLC പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ 10 വിഷയങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എഴുതാൻ സാധിക്കാതെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 10 വിഷയങ്ങൾ വേണമെങ്കിലും സേ പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ എല്ലാ പരീക്ഷയും എഴുതിയിട്ട് സബ്ജക്റ്റ് ഫെയിൽഡായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ 3 വിഷയങ്ങളാണ് സേ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം മെയ് 20 പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് 4 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കോ കിട്ടിയാൽ ജയിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ചിലപ്പോൾ കൂടുതലായിരിക്കും റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.